പിന്നായിരുന്നു നമ്മുടെ ഇംഗ്ലീഷിൻ്റെ എക്സാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു. ഇപ്പോൾ വൺ വേർഡ് ആണെങ്കിലും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒന്ന് ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റും. ഇങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എഴുതി. അപ്പോൾ നമുക്കിനി ഓരോ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ഹൊറിഗല്ലൂന്ന് 2-3 ലൈൻസ് എന്നിട്ടുള്ള ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഫസ്റ്റ് വൺ, ദ പാസേജ് ഈസ് ടേക്കൺ ഫ്രം എവിടെ നിന്നാണ്? അപ്പോൾ ഹൊറിഗല്ലൂ എഴുതി. പിന്നെ രണ്ടാമത്തത് ഹോസ് ദ സ്പീക്കർ രത്ന. പിന്നെ മൂന്നാമത്തത് നെയിം ദ ഓതർ സുധാമൂർത്തി. നാലാമത്തത് പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ടു റെഡ്യൂസ് സംതിങ് ദാറ്റ് ഈസ് പെയിൻഫുൾ. അപ്പോൾ ഞാൻ ഔട്ട്ലൈറ്റ് എന്നാണ് എഴുതിയത്, പക്ഷേ എനിക്ക് തോന്നുന്നു കറക്റ്റ് ആൻസർ റിലീഫ് എന്നാണ്. പിന്നെ മെൻഡിങ്ങാണ് ഇന്ന് 2-3 ലൈൻസ് എന്നുള്ള ചോദ്യങ്ങളാണ്. അഞ്ചാമത്തത് ദിസ് ലൈൻ ആർ ടേക്കൺ ഫ്രം ദ പോയം എവിടെ നിന്നാണോ മെൻഡിങ്ങാണ് എഴുതി. ആറാമത്തത് നെയിം ദ പോയറ്റ് റോബർട്ട് ഫ്രോസ്റ്റ്. പിന്നെ ഏഴാമത്തത് നെയിം ദ സീസൺ മെൻഷൻ ഇൻ ദ പോയം. അത് എനിക്ക് എൻ്റെ തെറ്റിപ്പോയി, സ്പ്രിംഗ് ആണ് ആൻസർ. പിന്നെ എട്ടാമത്തത് സ്പ്രിംഗ് ഈസ് ദ മിസ് ഷെഫ് ഇൻ മീ. വാട്ട് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് എംപ്ലോയ്ഡ് ഇൻ ദിസ് ലൈൻ ആണ്. എന്തായാലും സിമിലി അല്ലാന്ന് എനിക്ക് അറിയായിരുന്നു. പിന്നെ പേഴ്സണിഫിക്കേഷൻ ആണോ ഓക്സിമാരാണോ ആണെന്നാണ് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായത്. പിന്നെ പേഴ്സണിഫിക്കേഷൻ ആണെങ്കിൽ പേഴ്സണിഫൈ ചെയ്യല്ലേ, അപ്പം പിന്നെ ഓക്സിമറോൺ ആണെന്ന് വെച്ച് ഞാൻ അത് എഴുതി വെച്ചു. പക്ഷെ കറക്റ്റ് ആൻസർ പേഴ്സണിഫിക്കേഷൻ ആണെന്ന് തോന്നുന്നു. പിന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒമ്പതാമത്തത് വാട്ട് ഈസ് എ ഹൊറിഗല്ലു ആൻഡ് വാട്ട് ഈസ് ഇറ്റ് മീൻസ്. അപ്പോൾ ഹൊറിഗല്ലു എന്ന് പറയുമ്പോൾ 2 വെർട്ടിക്കൽ കല്ല് മരുന്ന്, ഹൊറിസോണ്ടൽ കല്ല് വെക്കുന്നത്. അത് പിന്നെ ഇങ്ങനെ ട്രാവലേഴ്സിനൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അങ്ങനെ ആ ചാപ്റ്റേഴ്സിലുള്ള അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ട് സംബന്ധിക്കും. പിന്നെ പത്താമത്തത് വാട്ട് ഇസ് ദ ടൈറ്റിൽ അമിഗോ ബ്രദേഴ്സ് റെഫേഴ്സ് ടു. അപ്പോൾ അമിഗോ എന്ന് വെച്ചാൽ ഫ്രണ്ട്സ്, പിന്നെ ബ്രദേഴ്സ് എന്ന് വെച്ചാൽ ബ്രദർ. അപ്പോൾ ഫെലിക്സിന് ആൻ്റോണീൻ്റെയും അങ്ങനത്തെ കുറച്ച് ബ്രദർഹുഡ് ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഫർ ചെയ്തിട്ട് അങ്ങനെ എഴുതി വെച്ചു. പിന്നെ 11ാമത്തത് സ്യൂട്ടബിൾ അങ്ങനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അപ്പോൾ ഞാൻ എഴുതിയത് ദെൻ ലുക്ക് കെയർഫുള്ളി അറ്റ് എന്നാണ് എഴുതിയത്. അറ്റ് ദ അനോണമസ് 3-story ഹൗസ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. അപ്പോൾ അറ്റും ഇന്നുമാണ് ഞാൻ എഴുതി വെച്ചത്. എനിക്ക് തോന്നുന്നു കറക്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ 12ാമത്തത് ദോസ് വുമൺ ലേഡ് ഇൻ എ മാഞ്ചർ. വാട്ട് ഡസ് ദ ടേം മാഞ്ചർ റെഫേഴ്സ് ടു. മാഞ്ചർ എന്ന് വെച്ചാൽ പുൽക്കൂട്. അപ്പോൾ ദിസ് ഈസ് ആൻ ഇംഗ്ലീഷ് റെഫേഴ്സ് ടു ജീസസ് ക്രൈസ്റ്റ് ഹു ഈസ് ബോൺ ഇൻ എ മാഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് എഴുതി വെച്ചു. പിന്നെ 13ാമത്തത് എലാബറേറ്റ് ഫോളോയിങ് നെയിംസ്. നമുക്ക് എനി വുമൺ എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ നിന്ന് ലൈൻ തന്നിട്ട് ഇതൊന്ന് എലാബറേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എനി വുമൻ്റെ സമ്മറി പഠിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ എനിക്ക് ഉപകാരപ്പെട്ടത്, എനി വുമണിൽ നിന്ന് അത്യാവശ്യം കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ എന്താ ആ സമ്മറിയിൽ നിന്ന് കുറേ ഇങ്ങനെ വളരെ വെച്ച് അത് തന്നെ കുറേ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് ഞാൻ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുള്ളത് ഒരെണ്ണമാണ് 13ാമത്തെ. അപ്പോൾ ആം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾസ് ടുഗദർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ലൈന് ആ ഒരു അപ്രിസിയേഷൻ്റെ ഇത് ഭാഗമാണ് സംഭവം. അത് ഞാൻ അതേപോലെ ലൈക്ക് ദ മെയിൻ തീം ഓഫ് ദ പോയം ഇസ് ദ സെൽഫ്ലെസ് ലവ് ഓഫ് മദർ അങ്ങനെ പറഞ്ഞിട്ട് ഷീസ് ദ അത് ദ പില്ലർ ഓഫ് ഹൗസ് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതി വെച്ചു. പിന്നെ 14ാമത്തത് ഞാൻ വിട്ടു, എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണല്ലോ. ഞാൻ 4 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും 8 മാർക്കിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഒന്നും എഴുതി വെച്ചില്ല. എനിക്ക് പറഞ്ഞ സമയം കളിയുന്നതിൽ എനിക്ക് അങ്ങനെ സമയം കിട്ടുന്ന ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ 14ാമത്തത് എഴുതില്ല. പിന്നെ 15ാമത്തത് ഹൗ ഡിഡ് ആശാകുന്ന ദേവി കമ്പേഴ്സ് വുമൺ ടു മാച്ച് ബോക്സ് എന്നാണ്. അപ്പോൾ നമ്മൾ കമ്പയർ ടു മാച്ച് ബോക്സ്. പിന്നെ മാച്ച് ബോക്സ് എന്ന് പറയുമ്പോൾ ലൈക്ക് ദേ ആർ സൈലന്റ് ബട്ട് they contain the gunpowder to make a potential to to make a 100 gas burn അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചാപ്റ്ററുള്ള കാര്യങ്ങൾക്ക് കുറച്ച് എഴുതി വെച്ചു. പിന്നെ 16ാമത്തത് ഗുഡ് ഫ്രണ്ട്സസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. ഇങ്ങനെ ഗുഡ് വാർഡ് മീൻസ് അതിൻ്റെ ഒരു ബോർഡർ നല്ല ഫ്രണ്ട്സിൽ ഉണ്ടാക്കുക പറഞ്ഞിട്ട് മറ്റേ എൻ്റെ മെയിൻറ്റിങ് വാളി എന്നുള്ള കുറച്ച് പോയിന്റ്സ് ലൈക്ക് ഒരു നെയ്ബറിന് ഇങ്ങനെ വാള് വെക്കേണ്ട, ഒരു നെയ്ബറിന് ഇങ്ങനെ ബോർഡർ വേണം, അങ്ങനെ കുറച്ച് ആ ഒരു അതിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. പിന്നെ 17ാമത്തത് മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ ഒരു 4 ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ എന്ത് പഠിച്ചതെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ബേസിക് മോഡൽ ഉണ്ടല്ലോ അത് ഞാൻ പഠിച്ചിട്ട്. അപ്പോൾ എന്താ ചെയ്ത് വെച്ചാൽ ഹൗ ഡു യു ഫീൽ ലൈക്ക് ഈ ഒരു അവാർഡ് കിട്ടിയിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത്, പിന്നെ വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ, പിന്നെ ലൈക്ക് വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു ഗിവ് ടു ദ ഫ്യൂച്ചർ, പിന്നെ ഇനി എന്താണ് ലൈക്ക് ഇൻ മൂവീസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മോഡൽ ഉണ്ടല്ലോ ലൈക്ക് വാട്ട് ഈസ് യുവർ
ചാലഞ്ച്, ഇങ്ങനെ ഫേസ് ചെയ്ത ചലഞ്ചസ് ഏതൊക്കെയാണ്, ഫേസ് ചെയ്ത ചലഞ്ചസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മോഡൽ പഠിച്ചായിരുന്നു. അപ്പോൾ അതും ഇതും കൂടെ കണക്ട് ചെയ്തിട്ട് അങ്ങനെ എഴുതിച്ചു. പിന്നെ 18ാമത്തത് ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ സെലിബ്രേറ്റിംഗ് വേൾഡ് ബുക്ക് ഡേ. അപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ബോക്സ് വെച്ചിട്ട് ഹലോ എവരിവൺ ഗേൾസ് അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇംഗ്ലീഷ് ക്ലബ്ബിൽ ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഡേറ്റ് അതൊക്കെ കൊടുത്തിട്ട് ഇനാഗുറേഷൻ അങ്ങനെ പ്രോഗ്രാംസ് ഏതൊക്കെയാണ് അങ്ങനെ കൊടുത്തിട്ട് ഒരു അനൗൺസ്മെൻറ്റ് തയ്യാറാക്കി. പിന്നെ 19ാമത്തെയാണ്, അത് ആക്ച്വലി ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻ പോലെ എഴുതി. എനിക്ക് എന്തായാലും അറിയാം അത് എന്തായാലും തെറ്റും. നമ്മൾ പിന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ അതുകൊണ്ട് പിന്നെ ഞാൻ മൊത്തത്തിൽ ആ ഒരു സെക്ഷനിൽ 5 എഴുതാനിട്ട് 6 എഴുതി വെച്ചു. അപ്പോൾ എഡിറ്റിംഗ് എന്തായാലും എനിക്ക് എന്തായാലും പറ്റത്തില്ല എന്ന് വെച്ചാൽ ഞാൻ അത് വെറുതെ എഴുതിയത്, അത്ര ടൈം എടുക്കില്ലല്ലോ. അപ്പോൾ 19ാമത്തത് ഞാൻ എഴുതിയത് അറ്റിന് പകരം ഇന്നും, ഗെറ്റിന് പകരം യൂസ്ഡും, റിമൈൻഡിന് പകരം റിമൈൻഡ്സും, എബോട്ടിന് പകരം ഓണുമാണ്. ലൈക്ക് അറ്റിന് പകരം ഇന്നത് കറക്റ്റാണെന്ന് തോന്നുന്നു, ഗെറ്റിന് പകരം ഗോട്ടാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ യൂസ്ഡാണ് എഴുതി വെച്ചത്. റിമൈൻഡ്സിലാണ് ലൈക്ക് സംതിങ് ദാറ്റ് റിമൈൻഡ്സ് മീ അങ്ങനെ. അപ്പോൾ റിമൈൻഡഡ് എന്നാണെന്ന് തോന്നുന്നു എൻ്റെ ആൻസർ വന്നിട്ട്. എബോട്ടിന് പകരം ഓണല്ല, ഞാൻ ഓഫാണ് എഴുതി വെച്ചത്. ലൈക്ക് റിമൈൻഡ്സ് മീ ഓഫ് ദാറ്റ്, പക്ഷെ ശരിക്കും റിമൈൻഡഡ് എന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് മൊത്തം 2 ശരിയായി തോന്നുന്നു, ബാക്കി തെറ്റിന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ നമ്മുടെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിൽ 20ാമത്തത് റൈറ്റ് അപ്പ് ആണ്, മദർ ലവ്, ബേസ്ഡ് ഓൺ ദ ടോപ്പിക് മദർ ലവ്. അത് എനി വുമൺ. അപ്പോൾ എനി വുമൻ്റെ സമ്മറി പഠിച്ചുകൊണ്ട് ഞാൻ മീൻസ് മദർ ലവ് എന്താണ് കുറച്ച് ചെറിയ പാരഗ്രാഫ് എൻ്റെ ബാക്കിൽ എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മദർ എനി വുമണിൽ പ്രസിഷൻ ഉണ്ടല്ലോ അത് ഇങ്ങനെ തട്ടി വെച്ചു. പിന്നെ 21ാമത്തത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് നൊമിതയാണ്. മാച്ച് ബോക്സിലുള്ള ആ ഒരു നൊമിതേൻ്റെ സാഹചര്യവും പിന്നെ എങ്ങനെയാണ് വളർന്നു വന്നത്, അമ്മ എങ്ങനെയാണ്, അച്ഛനല്ല അമ്മ എങ്ങനെയാണ്, അജിത്ത് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതി വെച്ചു. പിന്നെ 22ാമത്തത് എസ്സേ എഴുതാനാണ്, അത് ഞാൻ എഴുതിയില്ല, അത് ഞാൻ വിട്ടു, എക്സ്ട്രാ ആണ്. പിന്നെ 23ാമത്തത് ബ്ലർബ് തയ്യാറാക്കാനാണ്. ലൈക്ക് നമ്മുടെ ബുക്കിൻ്റെ ബാക്കിൽ വരില്ല, അതാണ് തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ദിസ് ഇസ് എ മാച്ച് ബോക്സ് സ്റ്റോറി റിട്ടേൺ ബൈ അശപൂർണ ദേവി. പിന്നെ അജിത്ത് ആൻഡ് നൊമിത ലൈക്ക് ലിവ് ഇൻ എ ജോയിന്റ് ഫാമിലി അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു സ്റ്റോറിയിൽ കുറച്ച് ഷോർട്ടായിട്ടുള്ളൊരു സമ്മറി, ഭയങ്കര ഷോർട്ടായിട്ടുള്ളൊരു സമ്മറി. പിന്നെ ഇപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റിയതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്ലർബ് തയ്യാറാക്കി. പിന്നെ 24ാമത്തത് ഷോർട്ട് എസ്സേ ഓഫ് ദ 3 L's ഓഫ് എംപവർമെൻറ്റ് ക്രിസ്റ്റൽ ലഗാർഡിൻ്റെ. അതാണ് ലൈക്ക് ഞാൻ അതിൻ്റെയും സമ്മറി പഠിച്ചിട്ട് പോയായിരുന്നു. ലൈക്ക് എൻ്റെ അടുത്ത് A+ സ്കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കുണ്ട്, അപ്പോൾ അതിലെല്ലാത്തിൻ്റെ സമ്മറി ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു 3 L's ഓഫ് എംപവർമെൻറ്റിൻ്റെ ആ സമ്മറിയും പഠിച്ചിട്ട് പോയി. അപ്പോൾ അതെന്താണോ അത് ഇതേപോലെ ഞാൻ എഴുതി വെച്ചു. പിന്നെ 25ാമത്തത് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് എനി വുമൺ. ആ ഒരു അപ്രിസിയേഷൻ തന്നെ അതേപോലെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പാരഗ്രാഫ് ചോദിച്ചിട്ടുണ്ട്. ആ എനി വുമൺ പഠിച്ച് പോയവർക്ക് അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ പറ്റും. എനി വുമൻ്റെ അപ്രിസിയേഷൻ കാണാണ്ട് പഠിച്ചവർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. ഞാൻ ആ ഒരു എനി വുമൻ്റെ അപ്രിസിയേഷൻ, അത് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ 25ാമത്തെ ക്വസ്റ്റ്യൻ അത് ഫുള്ളാണ് എഴുതി വെച്ചു. പിന്നെ നമുക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ 26ാമത്തെ ഞാൻ എഴുതിയില്ല എസ്സേ. പിന്നെ 27ാമത്തത് അമിഗോ ബ്രദേഴ്സും മെൻഡിങ് വാളും ലൈക്ക് എക്സ്പ്ലോർ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഹാർമണി യൂണിറ്റി ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് അങ്ങനെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അമിഗോ ബ്രദേഴ്സിൻ്റെ ഒരു കുറച്ച് പാരഗ്രാഫ് എഴുതി. പിന്നെ മെൻഡിങ് വാളിൻ്റെ ഒരു പാരഗ്രാഫ് എഴുതി. പിന്നെ അവർ ആ 2 ചാപ്റ്ററുകളിലുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഒരു പാരഗ്രാഫ് എഴുതി. വാൾസ് ലൈക്ക് ഇപ്പോൾ ഫെലിക്സിൻ്റെ ആൻ്റോണിയുടെയും ഇടയിൽ ഒരു വാൾ പോലെ വന്നു. പിന്നെ അതേപോലെ തന്നെ മെൻഡിങ് വാളിലും അവരിങ്ങനെ വാളുണ്ടാക്കി, അങ്ങനെ അങ്ങനെ തട്ടിവിട്ടു. പിന്നെ 28ാമത്തത് നമുക്ക് അറിയില്ലാത്തൊരു പോയം വന്നിട്ട് എഴുതാനാണ്. ലൈക്ക് ഞാൻ നോർമലി അങ്ങനെ എഴുതുന്നതല്ല, ലൈക്ക് നമുക്കുള്ള സിലബസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ് എഴുതാണ്. പക്ഷെ പിന്നെ ഇന്നലെ സൈലത്തിലത്തെ ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ രാജ് സാർ ഇങ്ങനെ പറഞ്ഞായിരുന്നു ലൈക്ക് നിങ്ങൾ ഈ പ്രാവശ്യം ഒന്ന് ഇങ്ങനത്തെ ഒരു അൺനോൺ പോയം വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കിട്ടുമോ, ലൈക്ക് നിങ്ങളൊരു ഇതിൽ എഴുതി നോക്കൂ, വായിച്ചിട്ട് കിട്ടുന്നൊക്കെ എഴുതി നോക്കൂ എന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് പബ്ലിക് എക്സാമിൽ ഇങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം ട്രൈ ചെയ്യാം. ഇപ്പോൾ 1-2 മാർക്ക് പറഞ്ഞാലും ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതാൻ വേണ്ടി വെച്ചു. അപ്പോൾ അതിൻ്റെ ഹിൻസ് അടിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹിൻസ് കൊടുത്തപ്പോഴത്തേക്കും
എനിക്ക് മനസ്സിലായി എനിക്കുമ്പോഴും ഇതും അത്യാവശ്യം കുറച്ച് സിമിലറാണ്. അപ്പോൾ ഇതിലത്തെ കുറച്ച് വേർഡ്സും ഇതിലത്തെ കുറച്ച് വരികളും പിന്നെ എനിക്കുമ്പോഴുള്ളത് കൂടെ മിക്സ് ആക്കിയിട്ട് ഞാൻ എഴുതി വെച്ചു. അങ്ങനെയാണ് എഴുതി വെച്ചത്. മറ്റേതും കൂടെയാണ് കൂട്ടി എഴുതി വെച്ചപ്പോൾ കുഴപ്പമില്ലാണ്ട് എഴുതിയെന്ന് എനിക്ക് തോന്നുന്നു. 28ാമത്തത് 27 28ആണ്. ഞാൻ വൺ വേർഡിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. വൺ വേർഡ് 2 മാർക്കിന് മുമ്പത്തെ വൺ വേർഡിൻ്റെ ക്വസ്റ്റ്യൻ എഴുതി എനിക്ക് നേരെ വന്നത് 28 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതാനാണ്. അപ്പോൾ 28ാമത്തെ 27ാമത്തെ തന്നെ ആദ്യം എഴുതിയത്. പിന്നെ അവിടെ ഞാൻ പുറകിലാണ് വന്നത്. ബിക്കോസ് എനിക്ക് ഫൈനാൻഷ്യലിൻ്റെ വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പുറകിൽ ഇങ്ങനെ വന്നു. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാണ്ട് എഴുതി. അതിന് മുമ്പ് എഴുതിയ ഇംഗ്ലീഷ് എക്സാമിനെക്കാട്ട് കുറച്ചും കൂടെ നേരത്തെ എഴുതാൻ പറ്റില്ല. ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഒന്നും മെയിനായിട്ട് എഴുതില്ല. എന്നാലും ഓൾമോസ്റ്റ് കുഴപ്പമില്ലാണ്ട് എനിക്ക് അതിനൊക്കെ എഴുതി വെക്കാനുള്ള സമയം കിട്ടിയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. നല്ലൊരു എക്സാം ആയിരുന്നു എനിക്ക് തോന്നുന്നു. അത്ര മാർക്കൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇംഗ്ലീഷ് നമുക്ക് നമ്മുടെ ടീച്ചർ അത്ര മാർക്ക് തരത്തില്ല. കുറച്ച് ടൈപ്പ് വാല്യൂഷനാണ്. അതുകൊണ്ട് തന്നെ അത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളൊരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അതുണ്ട്. പക്ഷെ 1 വേർഡ് നമ്മൾ കിട്ടിയിട്ടു. എൻ്റെ അതൊരു മണ്ടത്തരമാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു എക്സാം. അപ്പോൾ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം താഴെ കമ്മില്ല. അപ്പോൾ അത്ര